ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. ചക്കക്കുരു കൊണ്ട് 2 റെസിപ്പി നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തോല് കളയാനായിട്ട് കത്തി ഉപയോഗിച്ചിട്ട് തോല് കളയാവുന്നതാണ്. അതുപോലെ തന്നെ വേറൊരു ക്ലോത്ത് യൂസ് ചെയ്തിട്ട് അതിൽ വെച്ച് വേറെ ഒരു അമ്മിക്കുട്ടിയോ അങ്ങനെ എന്തെങ്കിലും കനമുള്ളതുകൊണ്ട് കുത്തിയിട്ട് അതിൻ്റെ തോല് കളയാവുന്നതാണ്. ഞാൻ ആ ഒരു മെത്തേഡിലാണ് തോല് കളയുന്നത്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തോല് കളഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ കൂടുതൽ ടൈം നമുക്ക് എടുക്കേണ്ടതില്ല. അപ്പോൾ ഞാൻ കുറച്ച് തോല് കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു ചെറിയ മത്തങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് അധികം മൂക്കാത്ത ചെറിയ മത്തങ്ങയാണ്. ഇളയ മത്തങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തോല് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു കുക്കറിലേക്ക് ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചക്കക്കുരും ഉപ്പും വെള്ളവും കൂടി കുക്ക് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം ചേർക്കാവുന്നതാണ്. കുറച്ച് നമ്മൾ ചക്കക്കുരു എടുത്തതിൻ്റെ മേലെ വെള്ളം എടുക്കാം. ഒരു 2 വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്കതൊന്ന് തുറന്നതിന് ശേഷം അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മത്തങ്ങ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ചുകൂടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മാത്രം മുളക് പൊടി ആഡ് ചെയ്ത് ഒന്നും കൂടി കുക്ക് ചെയ്തെടുക്കാം. ഇതിൽ ആദ്യത്തെ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിതിൽ കുറച്ച് വെള്ളം കുറവായതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് അതിലേക്കൊരു അരപ്പ് ആവശ്യമുണ്ട്. അതിനാവശ്യമായിട്ടുള്ള തേങ്ങ, കാന്താരി മുളക് കുറച്ച്, ഒരു വെളുത്തുള്ളി, കുറച്ച് ജീരകം എന്നിവ ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. അടുത്തായിട്ട് നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന മത്തങ്ങയും ചക്കക്കുരു നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് ഉടച്ചെടുക്കാവുന്നതാണ്. ഇത് ഉടച്ചെടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് ജസ്റ്റ് ഒന്നും കൂടി കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇതൊരു കറി പരുവത്തിലാണ് ആവശ്യമെങ്കിൽ ഇതിൽ നന്നായി വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയല്ല, കുറച്ച് ഒരു കൂട്ടാൻ ആ ഒരു രീതിയിലാണെങ്കിൽ നന്നായി വറ്റിച്ചെടുക്കാവുന്നതാണ്. ഇനി ലാസ്റ്റായിട്ട് ഇതൊന്ന് വറവിട്ടെടുക്കാം. അതിനുവേണ്ടി വെളിച്ചെണ്ണയിലേക്ക് കടുകും പച്ചമുളക്, ഞാനൊരു പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചക്കക്കുരു മത്തൻ കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത റെസിപ്പിയായ ചക്കക്കുരു മുരിങ്ങക്കായ തോരൻ നോക്കാം. അതിനുവേണ്ടി കഴുകിയെടുത്തിട്ടുള്ള ചക്കക്കുരുവിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും അതിന് പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ച് കുക്ക് ചെയ്യാൻ വെക്കാം. ഇതൊരു 3 വിസിൽ വന്നതിന് ശേഷം ഇതിലേക്ക് മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കാം. ചക്കക്കുരു വെന്ത് കിട്ടിയതിന് ശേഷം മാത്രമാണ് മുരിങ്ങക്കായ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. കാരണം മുരിങ്ങക്കായ അധികം വേവില്ലാത്തതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇത് ജസ്റ്റ് ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ വെന്ത് കിട്ടും. അതിനുശേഷം ഇതിലേക്ക് തേങ്ങയും പച്ചമുളകും ജീരകവും കൂടി ചതച്ചെടുക്കാം. ഇപ്പോൾ ഈ ചക്കക്കുരു മുരിങ്ങക്കായ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചതച്ചെടുത്ത തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം കൂടുതലായി തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കാവുന്നതാണ്. അതിനുശേഷം തേങ്ങ ഇട്ടുകൊടുത്ത് ഒന്നുകൂടി നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഈ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനത് വിട്ടുപോയിട്ടുണ്ട് കാണിക്കാനായിട്ട്. അപ്പോൾ ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.